തീർക്കാം. അല്ല, നമ്മളെ ഇപ്പത്തെ ഈ രാഷ്ട്രീയത്തിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? ഇങ്ങനെയൊക്കെ ഈ മറ്റേ എന്താ പറയാ, സഹാക്കന്മാര് ഭരിച്ചിട്ടും ആൾക്കാർ പിന്തുണക്കൊരു കുറവില്ലല്ലോ. ജയം വീണ്ടും എടുക്കാമോ? എന്തായാലും കാരണം എന്താണ്? അതിന്റെ രണ്ട് കാരണം പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മെയിനായിട്ടുള്ളത് CPM എന്ന് പറഞ്ഞാൽ, CPMന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിയിലെ നേതാക്കന്മാർ എന്ത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അവർ ന്യായീകരിക്കാൻ ഒരു പഠനമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെയാണെങ്കിലും എവിടെ നോക്കുകയാണെങ്കിലും ഒരു വലിയൊരു പഠനം അവർക്കുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ന്യായീകരിക്കാൻ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരാളുണ്ടാവില്ല. അത് തന്നെയാണ് അവരുടെ മെയിൻ വിജയം. മറ്റൊന്ന്, ഇപ്പൊ ഇത്രയും ഒരുമല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോൺഗ്രസിനെ സ്ഥാനമോഹികളാണ്, അതേപോലെ സ്ഥാനത്തിന് വേണ്ടി തല്ലൂടും. പിന്നെ അതെല്ലാം അത് ജനങ്ങൾക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കാരണം ഇത്ര ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഇപ്പൊ നമ്മള് കേരളത്തിലെ നിലവിലൊരു അവസ്ഥ എടുത്ത് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരമാണ്. എന്നിട്ടും 1500 കൊല്ലം ഭരിച്ചു, രണ്ടാമത്തെ 5 കൊല്ലം ഭരിച്ചു. ഇപ്പോഴും അവർ ഭയങ്കര കോൺഫിഡൻസ്. ഈ തദ്ദേശ ഭരണമൊക്കെ പോയാൽ പോലും അവർക്ക് എന്താ പറയാ ഭരണം കിട്ടും, തുടർ ഭരണം ഇനിയും വരും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് പൊതുവെ ഒരു ഭരിക്കുന്ന പാർട്ടിക്കാർക്കെതിരായിരിക്കും എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാവാറ്. അത് ഏതൊരു പാർട്ടി ഭരിക്കാനും. പക്ഷെ അവസാന സമയത്ത്, അതായത് ജനങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതുവരെ ചെയ്തൊക്കെ പെട്ടെന്ന് മറക്കും. ഇന്ന് കഴിഞ്ഞ നാളെ മറക്കും. അവസാനം എന്തെങ്കിലും കൊടുത്താൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് രണ്ടാം മോദി സർക്കാർ വരുന്ന സമയത്ത് അതുവരെ നമ്മൾ ഈ നോട്ട് നിരോധനം മറ്റുള്ള ഭയങ്കര ഇഷ്യൂസ് നിൽക്കുന്ന സമയത്ത് ആള് 2000 വെച്ച മാസം കൊടുക്കും. ഒരു കാർഷിക പദ്ധതിയാണ്. എല്ലാവരും മറന്നു, എല്ലാവരും മറന്നു. പിന്നെ ഇപ്പൊ ഈ രാഷ്ട്രീയ ഇലക്ഷൻ ഒപ്പിനും തട്ടിയ രാമക്ഷേത്രത്തിൽ നിർമ്മിച്ചു. അതേ ഒരു ടെക്നോളജിയാണ് ഇപ്പൊ കഴിഞ്ഞ പിണറായി സർക്കാർ ചെയ്തത്. ആളെന്താട്ടി അതുവരെ പല വിഷയങ്ങളും, സ്വപ്ന വിഷയങ്ങളും പല വിഷയങ്ങളും. അപ്പൊ മെയിനായിട്ട് പ്രതിപക്ഷത്തിന് അത് പ്രതിപാദിക്കാൻ ജനങ്ങളുടെ ഇടയിൽ അത് ലൈവായി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളിൽ ലൈവായി നിർത്തിയെങ്കിലാണ് ആ വിഷയം അവർക്ക് എതിർക്കുള്ളൂ. ഇത് ലൈവായി നിർത്താതെ അത് അങ്ങനെ എടുക്കുമല്ലോ. ഒന്നോ രണ്ടോ വ്യക്തികളിലേക്ക് ആ ഒരു ആരോപണങ്ങൾ തീർന്ന് അത് അങ്ങോട്ട് ഇല്ലാതായി. അവർ ചെയ്ത് സരിതന്റെ വിഷയത്തിൽ അവർ ലൈവായി നിർത്തിയത്. ലൈവായി നിർത്തി മാത്രമല്ല, അതങ്ങോട്ട് കത്തിച്ചാൽ അവർക്ക് കഴിഞ്ഞു. അതൊരു കഴിവ് കിട്ടിയതേ ഉള്ളൂ.